IPL മാച്ച് നമ്പർ 5 ഇന്നലെ അവസാനിച്ചപ്പോൾ പഞ്ചാബ് വിജയത്തോടെ അവരുടെ ക്യാമ്പയിൻ തുടങ്ങുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഗുജറാത്ത് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു പക്ക ബാറ്റിംഗ് ട്രാക്കായിരുന്നു മത്സരത്തിൽ ടീമുകൾക്ക് ലഭിച്ചത്. പ്രഭ്സിമ്രാൻ തുടക്കത്തിലേ പോയപ്പോൾ പ്രിയാൻ ഷാരിയ ശ്രേയസ് കൂട്ടുകെട്ടായിരുന്നു മത്സരം പഞ്ചാബിന് വേണ്ടി മുൻപോട്ട് കൊണ്ടുപോയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ശ്രേയസ് തുടങ്ങിയപ്പോൾ മിഡിൽ ഓവറുകളിൽ സ്പിന്നേഴ്സിനെ നന്നായി അറ്റാക്ക് ചെയ്യാൻ താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിഡിൽ ഓർഡറിന്റെ കാര്യമായ കോൺട്രിബ്യൂഷൻ പഞ്ചാബിന് ലഭിക്കാതെ പോയപ്പോൾ ശ്രേയസ് ഒറ്റയ്ക്ക് ഇന്നിംഗ്സിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തു. ഈസിയായി സെഞ്ചുറി അടിക്കാമായിരുന്ന അയ്യാർ അത് വേണ്ട എന്ന് വെച്ച് ടീം സ്കോർ ഉയർത്താൻ ശശാങ്കിന്റെ ലാസ്റ്റ് ഓവർ സ്ട്രൈക്ക് കൊടുത്തത് വളരെ മികച്ച കാര്യമായി മത്സരത്തിൽ കാണപ്പെട്ടിരുന്നു. 23 റൺസ് ശശാങ്ക് 20-ാം ഓവറിൽ അടിച്ചപ്പോൾ മത്സരത്തിന്റെ എൻഡ് റിസൾട്ടിനെ തന്നെ ഈ തീരുമാനം ബാധിച്ചതുപോലെ തന്നെയാണ് മത്സരം കണ്ടപ്പോൾ തോന്നിയത്. ശ്രേയസ് 42 പന്തിൽ 97 നേടി പുറത്താകാതെ നിന്നപ്പോൾ ശശാങ്ക് 16 പന്തിൽ 44 ആയിരുന്നു നേടിയത്. പഞ്ചാബിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ അസുതോഷിനെ കൂടി ടീം റീറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ബാറ്റിംഗ് എന്താകുമായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു. ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ ബൗളേഴ്സിനൊക്കെ ബെറ്ററായി തന്നെ ഗിൽ യൂസ് ചെയ്തിരുന്നുവെങ്കിലും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള താരങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്ലാൻ ബൗളിംഗിൽ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. സായ് കിഷോർ ഒഴികെ വേറെ ഒറ്റ ബോളറും GT നിരയിൽ 10-ൽ താഴെ എക്കണോമിയിൽ വന്നിരുന്നില്ല. റാഷിദ് പോലും ലാസ്റ്റ് ഓവറിൽ അടി വാങ്ങി 12 എക്കണോമിയിലേക്ക് പോയിരുന്നു. ഇവിടെ സായ് കിഷോറിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരുവിധം എല്ലാവരും തന്നെ തല്ലുകൊണ്ട ഗെയിമിലാണ് 4 ഓവറിൽ വെറും 30 വഴങ്ങി 3 വിക്കറ്റ് താരമെടുത്തത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ GTക്ക് മികച്ച തുടക്കം ഗിൽ സുദർശൻ ജോഡി കൊടുത്തിരുന്നു. പവർ പ്ലേയിൽ മാക്സ്വെല്ലിന് ഓവർ കൊടുത്ത ശ്രേയസിന്റെ തീരുമാനം ഫലം കണ്ടപ്പോൾ ഗിൽ 6-ാം ഓവറിൽ തന്നെ പുറത്തായി. പിന്നീട് സുദർശനായിരുന്നു മെയിനായി അറ്റാക്ക് ചെയ്ത് സ്കോർ ഉയർത്തിക്കൊണ്ടുപോയത്. താരത്തിന്റെ 2 ക്യാച്ചും പഞ്ചാബ് വിട്ടുകളഞ്ഞിരുന്നു. ഓൾമോസ്റ്റ് 14-ാം ഓവർ വരെ പഞ്ചാബ് ലൈനപ്പിലും ഒട്ടുമിക്കവരും തല്ലുകൊണ്ടതോടെ GTക്ക് ജയിക്കാനുള്ള നല്ല പോസിബിലിറ്റി മത്സരത്തിലുണ്ടായിരുന്നു. എന്നാൽ 14-ാം ഓവർ മുതലായിരുന്നു പഞ്ചാബ് മത്സരം തിരികെ പിടിച്ചത്. ഇമ്പാക്ട് സബായി വിജയകുമാർ വൈശാഖിനെ കൊണ്ടുവന്ന് ഔട്ട്സൈഡ് ഓഫിൽ വൈഡ് യോർക്കറുകൾ തന്നെ എറിയാനുള്ള പ്ലാൻ ടീം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പ്ലാൻ കൊണ്ട് മാത്രമാണ് പഞ്ചാബ് ഇന്നലെ കളി ജയിച്ചത്. ശ്രേയസ് തന്നെ ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യാൻ പോയി നിന്ന് വേറെ ഒരു കമ്മ്യൂണിക്കേഷനും ബൗളേഴ്സുമായി നടത്തുന്നില്ലായിരുന്നു. വൈഡ് വന്നാൽ പോലും അത് വകവെക്കാതെ വൈഡ് യോർക്കറുകൾ തന്നെ വൈശാഖ് എറിഞ്ഞുകൊണ്ടേയിരുന്നു. മാർക്കോ യാൻസനും മറുവശത്ത് സെയിം പ്ലാൻ നടപ്പിലാക്കി. ഈ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഡെഫിനറ്റായും കോച്ചിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 15, 16, 17 തുടങ്ങി 3 ഓവറുകളിൽ വെറും 18 റൺസ് മാത്രമാണ് ഗുജറാത്തിന് നേടാൻ പറ്റിയത്. 18, 19, 20 ഓവറുകളിൽ 45 റൺസ് അടിച്ചിട്ടും GTക്ക് വിജയിക്കാൻ പറ്റാതെ പോയത് മുന്നത്തെ 3 ഓവറിലെ ടൈറ്റ് ബോളിംഗ് തന്നെയായിരുന്നു. ഈ സീസണിലെ ചെന്നൈ മുംബൈ മത്സരം ഒഴികെ ബാക്കി നടന്ന 4 മത്സരങ്ങളിലും ആദ്യമായിട്ടാണ് ഒരു ഓൺസ്ലോട്ട് വന്നപ്പോൾ ഒരു ടീം പ്രോപ്പർ ഡെത്ത് ബോളിംഗ് കാഴ്ചവെച്ച് വിജയം നേടുന്നത്. പഞ്ചാബ് മൊത്തത്തിൽ ഈ സീസണിൽ കുറിച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ശ്രേയസിന്റെ 97ന്റെ പിൻബലത്തിൽ 243 പഞ്ചാബ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ സായ് സുദർശൻ, ബട്ട്ലർ, റദർഫോർഡ് തുടങ്ങി 3 പേരും നന്നായി കളിച്ചുവെങ്കിലും 11 റൺസിന് ഗുജറാത്ത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ശ്രേയസാണ് കളിയിലെ താരം. ഇതുവരെ നടന്ന 5 മത്സരങ്ങളിലും പുതിയതായി ഈ വർഷം ടീമിലെത്തിയ ഒരാളാണ് ഓരോ മത്സരത്തിലെയും മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത്.